നമ്മളിന്ന് എവിടെയാ പോന്നെ? അവിടെ ഭയം ഭയങ്കര വാച്ചിങ്. ഇത് ഏതാ സ്ഥലം പറഞ്ഞേ? കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അതുകൂടാതെ ഞാൻ പറയുന്ന എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഹലോ ഗൈസ്, എനിക്ക് മറ്റേ കൊച്ചിനെ പോലെ തോന്നുന്നു. നമ്മളിന്ന് എവിടെയാ പോന്നെ? ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വാട്ടർഫോളിൻ്റെ അവിടെയാണ് പോകുന്നത്. വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റിയ ഒരു റിവർ. അത് ഞാൻ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വരൂ, ലെറ്റ്സ് ഗോ. കുറേ നാളുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയാണ്, വർക്കും കാര്യങ്ങളായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടിയ ദിവസമായിരുന്നു ഈ പോയ തിങ്കളാഴ്ച. ഇവിടെ ഇപ്പോൾ കലണ്ടർ ലീവ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ റൂമിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ പ്ലാൻ ചെയ്തതായിരുന്നു. ഞങ്ങൾ പോകുന്ന കറക്റ്റ് ലൊക്കേഷൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റേഷൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് വിട്ടു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് കൂടുതൽ നടക്കാനില്ല ഈ പറയുന്ന സ്പോട്ടിലോട്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ ബസ്സിലാണ് പോയത്. 8-ാം നമ്പർ ബസ്സിൽ കയറിയാൽ നമുക്ക് കറക്റ്റ് ഈ സ്പോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റും. ലാസ്റ്റ് സ്റ്റോപ്പിന് മുമ്പത്തെ സ്റ്റോപ്പാണ്. ഈ ലൊക്കേഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കാർഡ് ടാപ്പ് ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കാർഡ് ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിലും കള്ളവണ്ടി കയറിയാണ് ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് എത്തിയത്. ഇവിടെ നിന്ന് കുറേ നടക്കാനില്ലേ? ബസ്സിൽ നിന്ന് ഇറങ്ങിയാലും അവിടെ നിന്ന് 5-10 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കുവാണ്. അതിനിടയിൽ ഞങ്ങൾ സ്പാറിലോട്ട് കയറി. അല്ല, ഞാൻ അറിയാൻ പറ്റേ, ലിഡിലിനേക്കാളും റേറ്റ് കുറവായിരിക്കും സ്പാറിൽ? റേറ്റ് കൂടുതലാണ്. അത് ലാസ്റ്റ് യൂറോ സ്പിന്നല്ലേ വരുന്നത്? ഇല്ല, ലിഡിലിനേക്കാളും താഴെ യൂറോ സ്പിൻ വരുന്നത്. റേറ്റ് കുറവ് ചില സാധനങ്ങൾക്ക്. മീറ്റ് യൂറോ സ്പിന്ന് കുറവാണ്. അങ്ങനെ ചില സാധനങ്ങൾക്ക്. പക്ഷെ ഏറ്റവും കൂടുതൽ കുറവ് ശരിക്കും ലിഡിൽ തന്നെ. ചില സാധനങ്ങൾക്ക്, പെർട്ടിക്കുലർ സാധനങ്ങൾക്കാണ് ഏറ്റവും കുറവ്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ കരുതിയത് ഇവിടെ ഏറ്റവും കുറവിൽ കിട്ടുന്നത് യൂറോ സ്പിന്നിൽ നിന്നായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അത് മാറ്റി തന്നതായിരുന്നു. ഇവിടെ പർട്ടിക്കുലർ സാധനങ്ങൾക്ക് മാത്രമേ അവിടെ വില കുറവുള്ളൂ, ബാക്കിയെല്ലാം ഇടത്തും ഒരേ വിലയായിരിക്കും എന്നത് എനിക്ക് പറഞ്ഞു തന്നത്. അവിടെ ഭയം ഭയങ്കര വാച്ചിങ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ സെക്ഷനിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്നും എടുക്കാണ്ട് ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കയറരുത്, കയറേ ചെയ്യരുത്. പ്രത്യേകിച്ച് ചോക്ലേറ്റിന്റെ സെക്ഷനിൽ. കണ്ണടച്ച് പോകാതിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ സ്പാറിന്ന് ഇറങ്ങി ഞങ്ങൾ എത്താൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പും ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈം വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ മനുഷ്യക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ കാണുന്ന ബാർ ഏരിയാസ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സമ്മറൊക്കെയായി വരുന്നത് കൊണ്ട് ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ അവിടെ കയാക്കിംഗ് ഒക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബയോ. കണ്ണിൽ വിടരും രാത്താരങ്ങൾ നീയേ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീയേ, നെറുകിൽ പടരാൻ ഉയരുകൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ.
ഗൈസ് ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ മാറിയിരിക്കുവാണ്. കാരണം കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൂടാതെ ഞാൻ പറയുന്ന വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഭയങ്കര ഒച്ചയാണ് വെള്ളത്തിൻ്റെ. പിന്നെ അപ്പുറത്ത് കുളിക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ആ ഒരു സെക്ഷനിൽ കുളിക്കാൻ പറ്റും, അവിടെ ഒരാൾ ഇറങ്ങി നിൽക്കുക. പക്ഷേ എങ്കിലും വെള്ളത്തിന് തണുപ്പുണ്ട്. ഇപ്പോൾ സമ്മറായി വരുന്നതല്ലേ ഉള്ളൂ. സമ്മറായി കഴിയുമ്പോഴത്തേക്കും നല്ല സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ കുളിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ വരെ പോയിട്ട് ജസ്റ്റ് കാലുപോലും നനയ്ക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് കാലൊന്ന് മുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സൈഡിൽ തന്നെ ജസ്റ്റ് ഒന്നിരുന്നു. പക്ഷെ ഒടുക്കത്തെ തണുപ്പാണ്. സമ്മറാണെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു, കാല് പെട്ടെന്ന് മരവിക്കും. അങ്ങനെ കുറേ നേരം പുഴേൻ്റെ ആ സൈഡൊന്ന് അവിടെ അങ്ങനെ ഇരുന്നു, റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്നത്തെ പരിപാടി ഇവിടെ എല്ലാം കഴിഞ്ഞു. കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.